ഓട്ടിസം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഓട്ടിസം? ഇറ്റ്സ് എ കണ്ടീഷൻ. ഇത് എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്. ഓക്കെ. ഓട്ടിസം ADHD ആയിട്ട് എങ്ങനെയാണ് ഡിഫറൻസ്? ADHD ഉള്ള കുട്ടികൾക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ പാർട്ട് കുറെ കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. ഇതൊക്കെയാണ് ഏർലി സ്റ്റേജിൽ ഇവർക്ക് മിസ്സാവുന്ന മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. പക്ഷെ യൂഷ്വലി നമ്മൾ പാരന്റ്സ് എപ്പോഴും ബോധേഡാവുന്നത് സ്പീച്ചിൽ മാത്രമാണ്. ഇനി വരുന്ന ഒരു ജനറേഷനോട് പറയാനുള്ള കാര്യമാണ്, അച്ഛനമ്മമാരാവാൻ പോകുന്നവരോടുള്ള കാര്യമാണ്. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ സന്ധ്യ ഈ മേഖലയിലെ എക്സ്പേർട്ട് എന്ന നിലയിൽ ഈ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാൻ പറ്റുക? എപ്പോഴും ഇതൊരു ലോങ് പ്രൊസീജിയർ ആണെന്ന് ഓർക്കുക. 1, 2, 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തീരുന്നതല്ല. ഇതിവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പം കുട്ടികൾ അസസ്മെന്റിന് വരുന്ന സമയത്ത് പാരൻസിനോട് നമ്മൾ കുട്ടികൾക്ക് എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവന് ആൽഫബറ്റ്സ് അറിയാം, നമ്പേഴ്സ് അറിയാം, കളേഴ്സ് അറിയാം. അതൊക്കെ അവർ പ്രൗഡായിട്ട് പറയും. അപ്പം ഞാൻ എപ്പോഴും അവരോട് ഞാൻ അതിനെക്കുറിച്ച് ബോധമായിട്ടില്ല. ഒരു 3 വയസ്സുള്ള ഒരു 3.5 വയസ്സുള്ള കുട്ടിക്ക് ആൽഫബറ്റ്സോ നമ്പേഴ്സോ അറിയാമെന്ന് ഞാൻ പറയില്ല. അവരും തെറാപ്പിയൊക്കെ കിട്ടിയ ഒരു കുട്ടി ഒരു 5, 6 വയസ്സിൽ സ്കൂളിംഗ് തുടങ്ങുന്ന സമയമാണെങ്കിൽ അവർ ഏത് തരം സ്കൂളാണ് ചൂസ് ചെയ്യേണ്ടത്? അവർ സ്പെഷ്യൽ നീഡ്സ് സ്കൂളിൽ പോകണോ അല്ല റെഗുലർ സ്കൂളിൽ പോകണോ? എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആ സമയത്ത് പാരന്റ് ബ്ലാങ്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കേൾക്കാറുണ്ട്, IAS ഉദ്യോഗസ്ഥ മന്ത്രവാദത്തിന് പോയി എന്നിട്ട് എന്തെങ്കിലും ഒരു ദുരിതം, എന്തെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചതൊക്കെ. അപ്പം നമ്മൾ പറയാറുണ്ട്, ഇയാൾക്ക് ഇത്ര പഠിച്ചിട്ട് എന്താ കാര്യം എന്ന്. പക്ഷെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രാജഡി വരുമ്പോൾ മാത്രമാണ് നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ആ സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോകും. നമ്മൾ ആ ഒരു സന്ധ്യ, നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് നമുക്കറിയാൻ പറ്റും. ഓട്ടിസം എന്താണ്? ഓട്ടിസം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ഓട്ടിസം, എന്താണ് അതിന്റെ സിംറ്റംസ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. അതിനെപ്പറ്റി ഒരു ഡെഫിനേഷൻ അല്ല, പക്ഷെ എന്നാലും നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റും? ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടീഷൻ. ഇത് എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്. ഓട്ടിസത്തിന് ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട്. അതിലെപ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഓട്ടിസത്തോട് അടുത്ത് നിൽക്കുന്നതെന്ന് തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള കുട്ടികളുടെ അപ്രോച്ചസ് അവരുടെ നീഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ എല്ലാവരും ഒരു സോഷ്യൽ ബീയിങ്ങും കൂടിയാണ്. പക്ഷേ ഈ സോഷ്യൽ ബീയിങ് എന്നുള്ളത് സോഷ്യൽ ഇന്ററാക്ഷൻ പാർട്ടാണ് ഇവർക്ക് മിസ്സാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. സോഷ്യൽ ഇന്ററാക്ഷൻ പാർട്ട്, പ്ലേ സ്കിൽ പാർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ അവർക്ക് ലാക്കാണ്. സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്ന ഒന്ന് ഐ കോണ്ടാക്ട് ആണ്. കുട്ടികൾക്ക് ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട്, പിന്നെ ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വിളിക്കുമ്പോൾ നോക്കാതിരിക്കുക എന്നുള്ള അവസ്ഥ, ലാക്ക് ഓഫ് പ്ലേ സ്കിൽസ്, ലാക്ക് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇതിൻ്റെ സ്കിൽ. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഓട്ടിസത്തിൻ്റെ സിംറ്റംസ് ആയിട്ട് ഒരുപാട് സിംറ്റംസ് കാണാൻ പറ്റും. പാരൻസിന് പലപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം കാണുമ്പോൾ അവർ ഗൂഗിളിൽ കയറി ഓട്ടിസം എന്ന് സെർച്ച് ചെയ്യും. ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കാണുന്ന പല സിംറ്റംസും എന്ന് പറയുന്നത് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനുള്ള സിംറ്റംസ് ആണ്. ഫോർ എക്സാമ്പിൾ ഡബ്ല്യു സിറ്റിംഗ് എന്ന് പറയുന്ന ഓട്ടിസത്തിന്റെ സിംറ്റംസ് ആയിട്ട് ഗൂഗിളിൽ കാണാം. പക്ഷെ അത് ചെയ്യുന്ന ഒരുപാട് നോർമൽ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാറിപ്പോവുക, ആ സിംറ്റംസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു നോർമൽ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കുള്ള ഒരു 4-5 സിംറ്റംസ് എങ്കിലും ഓട്ടിസത്തിന്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 10 സിംറ്റംസ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിലാണ് ഈ പറഞ്ഞ ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട്, ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി, ലാക്ക് ഓഫ് പ്ലേ സ്കിൽ, ലാക്ക് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ, ദെൻ സെൻസറി ഇഷ്യൂസ്, റിസെപ്റ്റീവ് സ്കിൽസ്, ലാക്ക് ഓഫ് റിസെപ്റ്റീവ് സ്കിൽസ് മീൻസ് ഐഡന്റിഫിക്കേഷൻ ഇല്ലാത്തത്, ഒരു കാര്യം മറ്റൊന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന്റെ സിംറ്റംസ് ആയിട്ട് എടുക്കുന്നത്. ഇതൊക്കെ ADHD ആയിട്ട് എങ്ങനെയാണ് ഡിഫറൻസ്? ADHD ഉള്ള കുട്ടികൾക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ പാർട്ട് കുറെ കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. അവർക്ക് പിന്നെ മെയിനായിട്ട് അവർക്ക് കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാകും. ഓട്ടിസ്റ്റ് കുട്ടികൾ എല്ലാവരും ഹൈപ്പർ ആക്റ്റീവ് ആവണം എന്നില്ല. ചില കുട്ടികൾക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കാം, പക്ഷെ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല. പിന്നെ വളരെ കെയർലെസ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും ADHD കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഓട്ടിസ്റ്റ് കുട്ടികളെ പലപ്പോഴും കാണാറുണ്ട്, അവരെന്ത് കളിച്ചാലും അവർ സേഫ് ആയിരിക്കുന്ന രീതിയിൽ അവർ കളിക്കുള്ളൂ. അവർക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റുന്നത് കാണുന്ന കുറവാണ്. പക്ഷേ ADHD അങ്ങനെയല്ല, അവർക്ക് കൂടുതലും ആക്സിഡൻസും കാര്യങ്ങളും ഒക്കെ പറ്റുന്ന കുട്ടികൾ അവരാണ്. പക്ഷെ സോഷ്യൽ ഇന്ററാക്ഷൻ പാർട്ട് അവരുടെ ഫാർ ബെറ്റർ ആയിരിക്കും. ഈ കുട്ടികളിൽ ഓട്ടിസം ഉണ്ടാകുമ്പോൾ അതിനൊരു ഏർലി ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? അത് ഏത് സ്റ്റേജിലാണ് ഒരു മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? എത്രമാത്രം
ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എത്രമാത്രമാണ് അതിൽ നേരത്തെ കണ്ടുപിടിക്കുന്നത്, പിന്നീടുള്ള ആ തെറാപ്പിക്ക് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുള്ളത് എന്ന് പറയാം. ഏർലി ഇൻ്റർവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. കാരണം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏർലി സ്റ്റേജിൽ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ അവർക്ക് സ്കിൽസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാനും അത് അവരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ 1.5 3 years ഇടയിലാണ് യൂഷ്വലി ഓട്ടിസം സിംറ്റംസ് പാരൻസ് ഡയഗ്നോസിസ് അവർ ഐഡന്റിഫൈ ചെയ്യും, പിന്നീട് പ്രൊഫഷണൽസ് ത്രൂ ഡയഗ്നോസിസ് ചെയ്യുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ എത്ര നേരത്തെ അവർക്ക് പ്രൊഫഷണൽസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നോ അത്രയും അത് കുട്ടികളിലുള്ള പ്രോഗ്രസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇത് ആഫ്റ്റർ 7 years ഒന്നും നമുക്ക് സ്പീച്ച് കൊടുക്കുക, സ്പീച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറേ അല്ല. ബിഫോർ 7 തന്നെ സ്പീച്ചിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും നടക്കണം എന്ന് പറയുന്നത്. നമ്മളൊരു ഹ്യൂമൻ ബീയിങ്ങിനെ നോക്കുമ്പോൾ ഹ്യൂമൻ ബീയിങ്ങിന്റെ ബിഹേവിയറിനെ രണ്ടായിട്ടാണ് പറയുക. ഒന്ന് റെസ്പോണ്ടന്റ് ബിഹേവിയർ, മറ്റൊന്ന് ഓപ്പറന്റ് ബിഹേവിയർ. റെസ്പോണ്ടന്റ് ബിഹേവിയർ എന്ന് പറയുന്നത് ബൈ ബർത്ത് തന്നെ ഹ്യൂമൻ ബീയിങ്ങിലുള്ള ബിഹേവിയർ ആണ്, അതായത് ലൈക്ക് റിഫ്ലെക്സ് ആക്ഷൻസ്. ബട്ട് ഓപ്പറന്റ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് പഠിച്ചു വരുന്നത്, അതായത് ആഫ്റ്റർ ബർത്ത് നമ്മൾ നമ്മുടെ എൻവറോൺമെന്റിൽ നിന്ന് ലേൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓപ്പറന്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 99% ഇപ്പം നമ്മൾ നമ്മുടെ ബിഹേവിയർ നോക്കുകയാണെങ്കിൽ ഒരു 99% ഈ ഓപ്പറന്റ് ബിഹേവിയറിൽ വരുന്നതാണ്. അതെന്തുകൊണ്ട് അതിൽ തന്നെ ബിഫോർ 7 ആണ് ഒരു 95% ബിഹേവിയറും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ബാക്കി നമുക്ക് വരുന്ന ബിഹേവിയർ എന്നൊക്കെ വെച്ചാൽ അതിനുശേഷം മോൾഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ആഫ്റ്റർ 7 നമ്മൾ മോൾഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും ബേസ് വരുന്നത് ആക്ച്വലി ബിഫോർ 7 ആണ്. അതായത് ആ സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ശരിയായ പാർട്ട് നടക്കുന്നത്. അതുതന്നെയാണ് ഏർലി ഇന്റർവെൻഷന്റെ ഇമ്പോർട്ടൻസും. അപ്പൊ ഇതില് ഈ കുട്ടികൾ ഇവരുടെ ഗ്രോത്തിലുള്ള ഓരോ മൈൽ സ്റ്റോൺസും മിസ് ആവുമല്ലോ. അപ്പൊ ഈ പാരന്റ്സിന് എത്ര നേരത്തെയാണ്, ഏതൊക്കെയാണ് അങ്ങനെയുള്ള മിസ്സായി പോകുന്ന മൈൽ സ്റ്റോൺസ് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? യൂഷ്വലി ഇവർക്ക് മിസ്സായി പോകുന്ന മെയിൻ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്ന ഐ കോണ്ടാക്ട്, അതായത് മുഖത്ത് നോക്കി കണ്ണിലേക്ക് നോക്കുക എന്നുള്ളത്. ദെൻ റെസ്പോണ്ടിനെ, അതായത് ഒന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെയാണ് ഏർലി സ്റ്റേജിൽ ഇവർക്ക് മിസ്സാവുന്ന മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. പക്ഷെ യൂഷ്വലി നമ്മൾ പാരൻസ് എപ്പോഴും ബോധേഡാവുന്നത് സ്പീച്ചിൽ മാത്രമാണ്. അതിനു മുന്നേയുള്ള സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ റെസ്പോണ്ട് ടു നെയിം, ഐ കോണ്ടാക്ട് എന്നൊന്നും പറയുന്ന മൈൽ സ്റ്റോൺസിനെ കുറിച്ച് പാരന്റ്സ് അത്രത്തോളം ബോധേഡ് അല്ല. നമ്മൾ എപ്പോഴും പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്, നമ്മൾ ഫിസിക്കൽ മൈൽ സ്റ്റോൺസ് എപ്പോഴും പാരന്റ്സ് ബോധേഡ് ആയിരിക്കും. ബട്ട് മെന്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നതിനെ കുറിച്ച് അധികം ആൾക്കാർ അവെയർ അല്ല. അതുകൊണ്ട് തന്നെ സ്പീച്ചിൽ എത്തുമ്പോഴാണ് ഇവർ ഇതിനെക്കുറിച്ച് ഒന്ന് ബോധേഡ് ആവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളത് ഇപ്പം നമ്മളുടെ പാരന്റ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോടോ ഒക്കെ ആയിരിക്കും ഷെയർ ചെയ്യുക, ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ കിട്ടുന്ന ഒരു അഡ്വൈസാണ്, കുട്ടിയുടെ ഫാദർ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഇന്നാൾ ഇങ്ങനെയായിരുന്നു, സോ നീ വെയിറ്റ് ചെയ്യൂ, 4 years കഴിയുമ്പോൾ ശരിയാവും എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ അവർ സ്പീച്ചിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് പറ്റുന്നതാണത്. ഓൺലി സ്പീച്ചിലില്ലാണെങ്കിൽ ആഫ്റ്റർ 3 അത് ശരിയായേക്കാം. അതായത് കുട്ടിക്ക് കൂടുതൽ സോഷ്യലൈസേഷനുള്ള ചാൻസസ് കിട്ടുമ്പോൾ നഴ്സറി, സ്കൂൾസ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ചാൻസ് ഉണ്ട്. ബട്ട് ഓട്ടിസം പോലുള്ള എന്തെങ്കിലും ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടിയാണെങ്കിൽ ഈ ഒരു ഇതിന് ചാൻസ് വളരെ കുറവാണ്. പിന്നീട് വിത്തൗട്ട് തെറാപ്പി ആ കുട്ടി ശരിയായി വരാനുള്ള ചാൻസ് കുറവാണ്. അതാണ് ഒരു കുട്ടി ഇപ്പോൾ തെറാപ്പിയിലൂടെ പോവുകയാണെങ്കിൽ ആ സമയത്ത് പാരന്റ്സിന്റെയും മറ്റ് കെയർ ഗീവേഴ്സിന്റെ ഒരു റോളിനെ കുറിച്ച് പറയാം, അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. പലപ്പോഴും പാരന്റ്സ് വിചാരിക്കുന്നത് അവർ തെറാപ്പിക്ക് കുട്ടിയെ വിട്ടാൽ മതി, അവിടെ അവരുടെ റോള് ഫിനിഷായി എന്നുള്ള മട്ടിലാണ്. പക്ഷെ അതല്ല. ബിഹേവിയർ തെറാപ്പി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ബിഹേവിയർ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എവറി ആക്ഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ഷനും നമ്മളുടെ ബിഹേവിയർ ആണ്. അപ്പോൾ എന്താണ് ആക്ച്വലി ഇതൊരു 24 hours പ്രൊസീജിയർ ആയിട്ടാണ് വരിക. കാരണം നമ്മുടെ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ബിഹേവിയർ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1 hour 2 hour തെറാപ്പി മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ ആ സമയത്ത് മാത്രമാണ് തെറാപ്പിസ്റ്റിന്റെ കൂടെ കുട്ടിയുള്ളത്. ബാക്കി 23 hours കുട്ടിയുള്ളത് പാരന്റ്സിന്റെ കൂടെയാണ്. അപ്പോൾ അവിടെ നിന്ന് കുട്ടി ബിഹേവിയർ കാണിക്കുമ്പോൾ അതാരും കൺട്രോൾ ചെയ്യാനില്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ ഈ ഇന്റർവെൻഷൻ ഫുള്ളായിട്ട് എപ്പോഴും 24 hours ഫോളോ ചെയ്യണം. ഞാനൊരു ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഒരു ബിഹേവിയറിന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പാരന്റ്സും കൂടെ ഫോളോ ചെയ്താൽ മാത്രമേ എൻ്റെ ഇത് നടക്കുള്ളൂ, എൻ്റെ ഇന്റർവെൻഷൻ സക്സസ് ആവുള്ളൂ. അല്ലാത്ത പക്ഷെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവിടെ ബിഹേവിയർ കോൺട്രാസ്റ്റ് സംഭവിക്കും. കുട്ടിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ ബിഹേവിയർ കാണിക്കരുത്, കാരണം ഇവിടെ അതിന് കൺട്രോൾ ഉണ്ട്. എന്നാൽ അതേ ബിഹേവിയർ അവൻ്റെ വീട്ടിൽ അതിനേക്കാൾ കൂടുതൽ എടുക്കും. ഇവിടെ ചെയ്യാൻ പറ്റാത്തത് അവൻ അവിടെ ചെയ്യും. അതിനാണ് ബിഹേവിയർ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാരന്റ്സിനോ കെയർ ഗിവേഴ്സിനോ ഇതിലൊരു റോൾ ഇല്ല എങ്കിൽ, അവരത് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ വീട്ടിൽ ബിഹേവിയർ കൂടുകയും
തെറാപ്പി സെന്ററിൽ മാത്രം അവരുടെ ബിഹേവിയർ കുറയുകയും ചെയ്യും. അപ്പം പാരന്റ്സ് ആണ് ഇവരെയും കൊണ്ട് പബ്ലിക് പ്ലേസിലും ഇവിടെ എല്ലായിടത്തും പോകുന്നത്. അപ്പൊ അവിടെയൊക്കെ ബിഹേവിയർ കാണിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് തന്നെയാണ് അവരുടെ റോൾ എന്ന് പറയുന്നത്. സോ എന്ത് ചെയ്യുന്നു അത് അതൊരു ആക്ച്വലി ഇത് ഗ്രൂപ്പ് വർക്കാണെന്ന് തന്നെ പറയാൻ വരും. ഒരിക്കലും ഒരു തെറാപ്പിസ്റ്റ് മാത്രം വർക്കല്ല ഒരു കുട്ടിയുടെ ഇത് പറയുന്നത്. കുട്ടിയുടെ കെയർ ഗീവർ ആവട്ടെ, പാരന്റ്സ് ആവട്ടെ, സ്കൂൾ ഗോയിങ് ചൈൽഡ് ആണെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ്, അതൊരു ടീം വർക്ക് തന്നെയാണ്. സന്ധ്യ, നമ്മളിപ്പോൾ പാരൻസിൻ്റെ റോളിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ആസ് എ ബിഹേവിയറൽ അനലിസ്റ്റ് ഈ തെറാപ്പിക്ക് വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് എന്ത് അഡ്വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്സ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക? എന്താണ്, വാട്ട് ആർ ദ ടൂൾസ് ദേ ഹാവ്? ഞങ്ങൾ ചെയ്യുന്ന ഇന്റർവെൻഷൻ എല്ലാം അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു പ്രൊഫഷണൽ വേലല്ല അവർക്ക് പറയും. അവരോട് സംസാരിക്കുക, അവരോട് ലെമൻ ലാംഗ്വേജിൽ തന്നെ നമ്മളെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ വീട്ടിൽ ഫോളോ ചെയ്യാൻ പറയുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. പിന്നെ ഞാൻ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഇപ്പം കുട്ടികൾ അസസ്മെന്റിന് വരുന്ന സമയത്ത് പാരന്റ്സിനോട് നമ്മൾ കുട്ടികൾക്ക് എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അവന് ആൽഫബറ്റ്സ് അറിയാം, നമ്പേഴ്സ് അറിയാം, കളേഴ്സ് അറിയാം. അതൊക്കെ അവർ പ്രൗഡായിട്ട് പറയും. അപ്പം ഞാൻ എപ്പോഴും അവരോട് പറയും, ഞാൻ അതിനെക്കുറിച്ച് ബോധമായിട്ടില്ല. ഒരു 3 വയസ്സുള്ള ഒരു 3.5 വയസ്സുള്ള കുട്ടിക്ക് ആൽഫബറ്റ്സോ നമ്പേഴ്സോ അറിയണമെന്ന് ഞാൻ പറയില്ല. അവരും കുട്ടി വിശക്കുമ്പോൾ ഫുഡിന് ചോദിക്കുന്നുണ്ടോ, ദാഹിക്കുമ്പോൾ വാട്ടർ ചോദിക്കുന്നുണ്ടോ, ഇതാണ് ഞങ്ങളുടെ കൺസേൺ. അപ്പം അത് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കുട്ടി എന്ന് ചോദിക്കുമ്പോൾ അവരൊന്ന് അന്യോന്യം നോക്കും. എന്നിട്ട് എന്നോട് പറയും, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അത് ഞങ്ങൾ സമയത്ത് കുട്ടിക്ക് കൊടുക്കുമല്ലോ എന്ന് പറയും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പാരൻസ് എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുട്ടിക്ക് ആവശ്യം ഇങ്ങനെ 24 hours സർവീസ് കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് ഡിമാൻഡ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണം. ഡിമാൻഡിങ് എന്ന് പറയുന്നത് ഒരു മെയിനായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കുട്ടികളെ നല്ല എല്ലാവരെയും സംബന്ധിച്ച്, കാരണം അവിടെ നിന്നാണല്ലോ അവർ വളരുന്നത്. അപ്പോൾ ഡിമാൻഡിങ്ങിനുള്ള ചാൻസ് കൊടുക്കുക. അവർക്ക് എപ്പോഴും അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുത്തോളൂ, പക്ഷെ അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ മാത്രം നടത്തി കൊടുക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു ചെറിയ രീതിയിൽ അവരുടെ ഡയഗ്നോസിസിനുള്ളൊരു മെത്തേഡിലൂടെ പറഞ്ഞു തരാം. ഇപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും രീതിയിൽ ഡിലേ കണ്ടു കഴിഞ്ഞാൽ പാരൻസ് എപ്പോഴും അതിനൊരു സ്പീച്ച് ഡിലേ ആയിട്ട് മാത്രം കാണും. അപ്പോൾ അവർ പറയുന്നതാണ് കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉണ്ട് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതെ അവരുടെ എൻവറോൺമെൻറ്റിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള, കുട്ടി വളരെയധികം കണ്ട് പരിചിതമായ ടിഷ്യൂ, ഷൂസ്, ബ്രഷ്, ഇതൊക്കെ കുട്ടി എന്തായാലും അവൻ്റെ ഡേ ലൈഫിൽ കാണുന്നതാണ്. ഇതൊക്കെ കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അത് കുട്ടി പറയണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ നിങ്ങളൊന്ന് ടച്ച് ഷൂ എന്ന് പറയുമ്പോൾ കുട്ടി ഷൂലേക്ക് തന്നെയാണോ നോക്കുന്നത്, ഷൂലെ തന്നെയാണോ അവൻ ടച്ച് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് അവന് ഡിസ്ക്രിമിനേഷൻ സ്കില്ല് വേണം. ആ ഡിസ്ക്രിമിനേഷൻ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോർ ദാൻ സ്പീച്ച്. സ്പീച്ച് പിന്നെയും ഡെവലപ്പായി വന്നേക്കാം, പക്ഷെ ഡിസ്ക്രിമിനേഷൻ സ്കില്ല് ഒരു 1.5 ഇടയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ചെയ്യണം. തൻ്റെ കുട്ടി ഓട്ടിസ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഡയഗ്നോസിസ് റിപ്പോർട്ട് കിട്ടുന്ന ഒരു മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് റേഞ്ച് ഓഫ് ഇമോഷൻസ് ആയിരിക്കും അല്ലേ. സാഡ്നെസ് ഉണ്ടാവും, ഡെനിയൽ ഉണ്ടാവും, ഷോക്ക് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ എന്ത് തരം ഇമോഷണൽ സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആസ് എ തെറാപ്പിസ്റ്റ് സന്ധ്യക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോരുത്തരും ഒരേ പ്രശ്നത്തിൽ തന്നെ ഓരോരുത്തരും സപ്പോർട്ട് ആഗ്രഹിക്കുന്നത് ഡിഫറെൻറ്റ് ലെവലിലായിരുന്നു. ഫോർ എക്സാമ്പിൾ, വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാരെ കാണാം ആ മരണത്തെക്കുറിച്ച് മറ്റൊരാളോട് ഓരോരോ ഘട്ടമായിട്ട് വിശദീകരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അവർ ആ സമയത്ത് അവർ അതിലേക്കൂടെ ഇങ്ങനെ ഗോ ത്രൂ ചെയ്യുകയാണ്. ഓരോ മെമ്മറി കളക്ട് ചെയ്യുമ്പോഴും അത് അവർക്ക് ഒന്ന് റിലീഫ് കിട്ടുന്നതായിരിക്കാം. പക്ഷെ ചില ആൾക്കാരുണ്ട് അതേ സമയത്ത് പ്രിയപ്പെട്ട മരണത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വേണ്ടത്. സോ അത് നമുക്ക് ആ ഇൻഡിവിജ്വലിന് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാമെന്നല്ലാതെ അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. പിന്നെ ആസ് എ പ്രൊഫഷൻ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം അറിയുന്നത്, അതായത് സ്വന്തം കുട്ടിക്ക് ഡയഗ്നോസിസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവർ ബ്ലാങ്ക് ആയിരിക്കും. എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ആ സമയത്ത് പാരൻറ്റ് ബ്ലാങ്ക് ആയിരിക്കും. ഇപ്പം നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കേൾക്കാറുണ്ട്, IAS ഉദ്യോഗസ്ഥൻ മന്ത്രവാദത്തിന് പോയി എന്നിട്ട് എന്തെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചതൊക്കെ. അപ്പം നമ്മൾ പറയാറുണ്ട് ഇയാൾക്ക് ഇത്ര പഠിച്ചിട്ട് എന്താ കാര്യം എന്ന്. പക്ഷെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ട്രാജഡി വരുമ്പോൾ മാത്രമാണ് നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ആ സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോകും. നമ്മുടെ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ നമ്മൾ ഹെൽപ്പ് ചെയ്യാത്ത രീതിയിൽ പോകും. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യന് നമ്മൾ കൃത്യമായ ഗൈഡൻസ് കൊടുക്കുക എന്നതാണ് ആസ് എ പ്രൊഫഷണൽ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, ഓട്ടിസം ഒരു ക്യൂറബിൾ അല്ല, ഇറ്റ്സ് എ ലൈഫ് ലോങ് ഡിസബിലിറ്റി. നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണാറുണ്ട് പല ആളുകളും ഓട്ടിസം ക്യൂറായി, ഇന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഓട്ടിസം ക്യൂറായി എന്ന് പറഞ്ഞ് പലരും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന കാണാറുണ്ട്.
അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ചീറ്റിംഗ് ആണ്. അത് കേൾക്കുമ്പോൾ പാരൻസ് അങ്ങോട്ട് പോകും, ഓക്കെ കുട്ടിക്ക് ഓട്ടിസം അവരെന്ത് കൊടുത്തും അതിനുവേണ്ടി ഇത് ചെയ്യും. അപ്പം അത് അവരുടെ ആ ഒരു ഇമോഷനെ നമ്മൾ ചീറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അതിനെ നമ്മൾ മുതലെടുക്കുന്ന പോലുള്ള ഒരു സിറ്റുവേഷനാണ്. അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ആസ് എ പ്രൊഫഷണൽ നമ്മൾക്ക് അവരോട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും അവരെ ചീറ്റ് ചെയ്യാതെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസിലെ കൂടെ സത്യങ്ങളെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരോട് റിയാലിറ്റി എന്താണെന്ന് അവരെ കൃത്യമായിട്ട് അറിയിക്കുക. ഒരു ഓട്ടിസ്റ്റിക് ആയ കുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും കരുണ തോന്നുന്നൊരു ഒരു കാര്യമാണ്. അവരുടെ ലൈഫ് എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കും. എന്ത് ചെയ്താലാണ് അവർക്ക് അത് കുറച്ചെങ്കിലും ഒരു സ്ട്രെസ് റിലീസ് കിട്ടുക? എന്തെങ്കിലും ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് അവർ അതിന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയുള്ള കുട്ടികളുടെ പാരൻസുമായിട്ടുള്ള ഇപ്പോൾ ഇവിടെ ദുബായിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ SNF SSF എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പാരൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് പാരൻസ് ഉണ്ട്. ആ പാരൻസിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ് എന്ന് അതേ സിറ്റുവേഷനിലൂടെ ഗോ ത്രൂ ചെയ്ത ഒരാൾക്ക് മാത്രമേ മനസ്സിലാവൂ. ബാക്കിയുള്ളവരൊക്കെ കുറച്ചൊക്കെ നമ്മളെ ബ്ലെയിം ചെയ്യാൻ, നിനക്ക് എന്താ അങ്ങനെ ചെയ്തൂടെ ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പാരൻസിനോട് ചോദിക്കുള്ളൂ. പക്ഷെ അതിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അവരെന്താണ് അവരനുഭവിക്കുന്നത്. സോ അതേ സിറ്റുവേഷനിലുള്ള ഒരാളോട് സംസാരിക്കുക, അവർ തരുന്ന ഗൈഡ് ലൈൻസ് എടുക്കുക എന്നുള്ളതായിരിക്കും അതിന് ഏറ്റവും നല്ല മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റികൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പോവുക. കാരണം അവിടെ ആകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു വേർതിരിവുണ്ടാവില്ല. ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കുട്ടിയും വരും എന്നുള്ളത് തന്നെ പാരൻസിന് വലിയ റിലീഫാണ്. പിന്നെ നമ്മുടെ സൊസൈറ്റി അവരോട് ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം, ഇപ്പം കുറച്ചു കാലം മുമ്പേ വരെ പല പാരൻസും നമ്മളെടുത്ത് വന്ന് കംപ്ലയിൻറ്റ് പറയാറുണ്ട്, ഞങ്ങൾക്ക് കുട്ടികളെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കാരണം എല്ലാവരും തുറച്ചു നോക്കുന്നു, കുട്ടി ഒന്ന് സ്ക്രീൻ ചെയ്താൽ എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു എന്നൊക്കെയുള്ളത്. പക്ഷേ ഇപ്പം സൊസൈറ്റി അതിനെക്കുറിച്ചൊക്കെ അവെയർ ആയതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് കുറവാണ്. ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് കുട്ടികൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും മറ്റുള്ളവർ അതിനെക്കുറിച്ച് ഒട്ടും ബോധേഡല്ല, അല്ലെങ്കിൽ എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നു. അത് തന്നെ എനിക്ക് തോന്നാറുണ്ട് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ റിലീഫാണ് എന്നുള്ളത്. അതാണ് നമ്മൾ സൊസൈറ്റി അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സപ്പോർട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ധ്യ ഇപ്പം പറഞ്ഞു നമ്മുടെ കമ്മ്യൂണിറ്റി കുറച്ചെങ്കിലും അവെയറായി വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നോക്കുകയാണെങ്കിൽ ഓട്ടിസത്തിൻ്റെ നമ്പർ ഓഫ് കേസസ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ 1:50 അല്ലെങ്കിൽ 54 അങ്ങനെ എന്തോ റേഷ്യോയിലാണ് ഓട്ടിസം ഇപ്പം ഡിറ്റക്ട് ചെയ്യുന്നത്, ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. അത് എത്രമാത്രം നമ്മുടെ UAE ഒരു പക്ഷേ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്താണ് അതിൻ്റെ അവസ്ഥ? ഞാൻ ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഞാൻ 2007 എൻ്റെ PG ചെയ്യുന്നത് ഈ സബ്ജക്റ്റിൽ. അപ്പം ഞങ്ങൾക്ക് ഒരു ദിവസം ഇതുപോലെ ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ സൊസൈറ്റി കുട്ടികൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ടിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അന്ന് ക്ലാസ്സിൽ ഒരു കുട്ടി പ്രൊഫസറിനോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മളെല്ലാവരും പറയുന്നു ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണം എന്ന്. പക്ഷേ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് വെച്ച്, ഇത് 2007 കാര്യമാണ്, കണ്ടുവരുന്നത് വെച്ച് നമ്മൾക്കൊരു കുട്ടി ഉണ്ടായാൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മളുടെ വേണ്ടപ്പെട്ട ഒരു കുട്ടി ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇത് വേറെ എവിടെയോ നടക്കുന്നത്, എൻ്റെ ഫാമിലിയിലല്ല എന്നുള്ള മട്ടിൽ എല്ലാവരും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് കിട്ടുക എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിനന്ന് പ്രൊഫസർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ ഒരു മുടി നരച്ചു കഴിഞ്ഞാൽ നീ അതിനെ പിഴുതുകളയും, അല്ലെങ്കിൽ നീ അതിനെ പോട്ടെ എന്ന് വെച്ച് അവിടെ വിടും. ഇത് രണ്ടും ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കുക. പക്ഷെ നിൻ്റെ എല്ലാ മുടിയും ബ്രൗൺ ആയി കഴിഞ്ഞാൽ നീ ഒരിക്കലും അതിനെ പിഴുത് കളയില്ല, കാരണം നീ മൊട്ടയായി പോകും. അത് അവിടെ നിൽക്കട്ടെ എന്ന് നീ വിചാരിക്കില്ല, കാരണം നീ വയസ്സായി പോകും. നീ അതിനെ ഡൈ ചെയ്തിട്ടോ എങ്ങനെയായാലും നീ അതിനെ കവർ ചെയ്യാൻ നോക്കും. അതാണ് ഇനി വരുന്ന ഒരു 20 വർഷത്തിനുള്ളിൽ ഈ സൊസൈറ്റിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ആ വാക്കുകൾ, കാരണം അത്രയും വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത് ഒരു വലിയ സത്യമായിരുന്നു. കാരണം അന്ന് ഞങ്ങൾ പഠിച്ചത് 10,000:1 എന്നാണ് 2007 പഠിക്കുന്നത്. അത് ഇന്ന് 54:1 ആയി നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പം കൊറോണയ്ക്ക് ശേഷം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പം പുതിയൊരു ഇതുണ്ട്, വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ സ്ക്രീൻ അഡിക്റ്റഡ് ആയിട്ട് വരുന്ന ഒരിതാണ്. അപ്പം അതിൻ്റെ തോത് അത്രത്തോളം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ടും അത്രത്തോളം ആവശ്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുറേ കൂടെ പബ്ലിക് ഇതിനെക്കുറിച്ച് അവെയറാണ്. മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞ് പലപ്പോഴും ഡോക്ടേഴ്സ് പോലും ഇതിനെക്കുറിച്ച് അവെയർ ആവില്ലാത്തൊരു ഇത് കാണാറുണ്ട്. കാരണം അവർ പറയാറ് ഞങ്ങളിത് പഠിച്ചിട്ടില്ല. കാരണം കുറച്ച് ഏജ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആ ഒരു സമയത്ത് പറയാറ് ഞങ്ങളിത് പഠിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനെ അറിയില്ല എന്ന് പീഡിയാട്രീഷ്യൻസ് പോലും പറയാറുണ്ട്. പക്ഷേ ഇപ്പം അതല്ല അവസ്ഥ. ലെമൻ പോലും എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയറാണ്, ചെറിയ കുട്ടികൾ പോലും. കാരണം അവരുടെയൊക്കെ കൂടെ പഠിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ സ്കൂളുകളിലൊക്കെ
ക്ലാസ്സിൽ എന്തായാലും 1-2 കുട്ടികൾ കാണും. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ പോലും ഓട്ടിസത്തെ കുറിച്ച് അവെയറാണ്. അപ്പൊ അവർ പോലും മറ്റു കുട്ടികളെ മാറ്റി നിർത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഓട്ടിസ്റ്റിക് കുട്ടികളെ മാറ്റി നിർത്തുന്നത് അവർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. പിന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ദുബായിലൊക്കെ വളരെയധികം സപ്പോർട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ദുബായ് എയർപോർട്ടിൽ ഇപ്പം പുതിയൊരു ലോഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു ലോഞ്ച്. അത് എത്രത്തോളം വലിയ ആശ്വാസമാണെന്ന് ആ പാരൻസിന് മാത്രമേ അറിയുള്ളൂ. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെയും കൊണ്ട് എയർപോർട്ടിൽ പോയിട്ട് 3 hours 4 hours വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ആ ഒരു ലിമിറ്റഡ് ഏരിയയിൽ അത്രയും ക്രൗഡിൻ്റെ ഇടയിൽ ഇവരെല്ലാ ബിഹേവിയേഴ്സും കാണിക്കും. അപ്പോൾ എല്ലാവരും നോക്കും, പബ്ലിക്കിൽ നിന്നുള്ള നെഗറ്റീവ് അറ്റൻഷൻ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും യാത്ര ചെയ്യാത്ത എത്രയോ പാരൻസിന് എനിക്കറിയാം. 10-15 വർഷമായിട്ട് നാട്ടിൽ പോകാത്ത പാരൻസ് ഉണ്ട്. കാരണം അവർക്ക് ഈ എയർപോർട്ടിൻ്റെ ഉള്ളിലും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള ജേർണി എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഒരു ഇതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ സപ്പോർട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ലോഞ്ച് കിട്ടുക എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ ഒരു സിസ്റ്റമുണ്ട്, ഡിസബിലിറ്റി കാർഡ്, മിനിസ്റ്റർ ഓഫ് സോഷ്യൽ അഫയേഴ്സിൻ്റെ ഇതിലുള്ളതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഡിസബിലിറ്റി കാർഡ് ഉണ്ടെങ്കിൽ പാർക്കിംഗ് ഫ്രീ ആയിട്ട് കിട്ടും. അതും ഡിസബിലിറ്റി പാർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എൻട്രൻസിലായിരിക്കും, എല്ലാത്തിൻ്റെയും എൻട്രൻസിലായിരിക്കും. ഈ കുട്ടികളെയും കൊണ്ട് കൂടുതൽ നടക്കേണ്ട അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ. പിന്നെ മെട്രോ, ബസ്, ഇങ്ങനെ RTA എല്ലാം ഫ്രീ ആയിട്ട് കുട്ടിക്കും കുട്ടിയുടെ ഒരു കമ്പാനിയനും അത് കിട്ടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും തെറാപ്പിക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ഉപകാരമാണ്. കാരണം പാരൻസ് അമ്മ ഇപ്പം ഡ്രൈവ് ചെയ്യുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് കുട്ടിയെ കൊണ്ട് പോകണമെങ്കിൽ ടാക്സി പിടിച്ചിട്ട് പോകാൻ, തെറാപ്പി തന്നെ ഓൾറെഡി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ ഈ ഫെയറും കൂടെ വരുമ്പോൾ അവർക്കതൊരു എക്സ്ട്രാ ചിലവാണ്. അതൊക്കെ മാറിക്കിട്ടാൻ ഇത് വലിയൊരു സഹായമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സപ്പോർട്ട് ദുബായിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലും ഇപ്പോൾ അതുണ്ട്, ഇല്ല എന്നല്ല. ഇന്ത്യയിലും ഒരുപാട് ആൾക്കാർ അവെയർ ആവുന്നതനുസരിച്ച് അവർക്കുള്ള സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. പക്ഷെ ദുബായിയുടെ ഒരു ലെവലിലേക്ക് ഒരിക്കലും എത്തിയിട്ടില്ല എന്നും. തെറാപ്പിയൊക്കെ കിട്ടിയ ഒരു കുട്ടി ഒരു 5-6 വയസ്സിൽ സ്കൂളിംഗ് തുടങ്ങുന്ന സമയമാണെങ്കിൽ അവർ ഏത് തരം സ്കൂളാണ് ചൂസ് ചെയ്യേണ്ടത്? അവർ സ്പെഷ്യൽ നീഡ്സിൽ പോകണോ അല്ല റെഗുലർ സ്കൂളിൽ പോകണോ? അത് ഈ സ്പെക്ട്രത്തിന്റെ ഡിപ്പെൻസ് ആണ് ആക്ച്വലി. കാരണം ഒരു മൈൽഡ് മോഡറേറ്റ് കേസുള്ള കുട്ടികൾക്ക് നോർമൽ സ്കൂളിൽ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. മറ്റു കുട്ടികൾക്ക് ചിലപ്പോൾ അത് പറ്റണം എന്നില്ല. കാരണം ഒരുപാട് ബിഹേവിയർ ഇഷ്യൂസ്, സെൻസറി ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ നീഡ്സ് സ്കൂൾ തന്നെ ആവശ്യമായി വരും. എന്നോട് ചോദിക്കുന്ന പാരന്റ്സിനോട് ഞാൻ എപ്പോഴും പറയുന്നത് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്രയും അവരെ ഒരു നോർമൽ സ്കൂളിലേക്ക് തന്നെ ചെറിയ ക്ലാസ്സുകളിൽ വിടുക. പിന്നീട് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഒബിയസ്ലി അവർക്കത് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റുക. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ കുറേ വർഷം ടീച്ചറായിരുന്ന ആളാണ്. ഓട്ടിസം ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്ത ആളാണ് സ്പെഷ്യൽ സ്കൂളിൽ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഓട്ടിസം ക്ലാസ്സുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 4-5 കുട്ടികളെ ഉണ്ടാവുള്ളൂ. പക്ഷേ 5 കുട്ടികളും 5 ലോകത്തായിരിക്കും. ആർക്കും തമ്മിൽ യാതൊരു കമ്മ്യൂണിക്കേഷനോ യാതൊരു ഇന്ററാക്ഷനോ ഒന്നും തന്നെ ഇല്ല. അവിടെ ഈ കുട്ടികളെ കൊണ്ടുവിടുമ്പോൾ ഇവർക്ക് ഉള്ള കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ഇന്ററാക്ഷനില്ല, സോഷ്യൽ ഇന്ററാക്ഷനുള്ള ചാൻസ് ആണ് ഇല്ലാതെ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ നേരെ മറിച്ച് ഒരു നോർമൽ സ്കൂളിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ചുറ്റും നിന്നും സംസാരം കേൾക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്, നോർമൽ കുട്ടികളുടെ പ്ലേ എങ്ങനെയാണെന്ന് അവർ കാണുന്നുണ്ട്. ഇത് ചെറിയ രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഒരു നോർമൽ സ്കൂളാണ് നല്ലത് എപ്പോഴും. അതുപോലെ ഇവിടെ തന്നെ ഇപ്പോൾ ഇൻക്ലൂസീവ് സിസ്റ്റം കുറച്ച് മുന്നേ വരെ ആണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളെ കൊണ്ട് അഡ്മിഷന് പോകുമ്പോൾ ഇല്ല ഇവിടെ പറ്റില്ല, നിങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ പോയിക്കോ എന്ന് സ്കൂളുകാർ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാ വെച്ചാൽ ഇപ്പം KHDയുടെ ഭാഗത്തു നിന്നായാലും നിർബന്ധമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികളെ എടുത്തിരിക്കണം എന്നുണ്ട്. അപ്പോൾ സ്കൂൾ 5-6 കുട്ടികളെങ്കിലും അവർ അക്കോമഡേറ്റ് ചെയ്യുന്നതിന്റെ വരും മിനിമം. എല്ലാ ക്ലാസ്സിലും ഓരോ കുട്ടികളും 2 കുട്ടികളും ഒക്കെ ഉള്ള ഒരുപാട് സ്കൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്കൂളും സെൻ ഡിപ്പാർട്ട്മെന്റ്, ഇൻക്ലൂസീവ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും ബിഹേവിയറൽ തെറാപ്പിസ്റ്റും എല്ലാവരും ഉണ്ടാവും. അവർ കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, സ്പെഷ്യൽ സപ്പോർട്ട് വേണമെങ്കിൽ അത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരുപാട് ആക്ച്വലി ഞാൻ പറയും ഇപ്പോഴുള്ള പാരൻസ് കുറേ കൂടെ ബ്ലെസ്ഡ് ആണ്. അവർക്ക് കൃത്യമായിട്ട് ഗൈഡ് ലൈൻസും ഇതും എല്ലാം കിട്ടുന്നുണ്ട്. അവരുടെ കുട്ടിക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്, അവർക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ കുറച്ചു കാലം മുന്നേ വരെ അതായിരുന്നില്ല അവസ്ഥ. ഇങ്ങോട്ട് കുട്ടിയുടെ കൈയും പിടിച്ച് പാരൻസ് ഇനി എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പ്രൊഫഷണൽസും ഇവിടെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട്. സോ എന്ത് സംശയത്തിനും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ ഒരു ഡയഗ്നോസിസിന് ശേഷം സാധാരണ പാരന്റ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവരുടെ കൺസേൺസ് എന്തൊക്കെയായിരിക്കും? സാധാരണ സന്ധ്യ കേട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് അവർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ക്യൂറബിൾ ആണോ, ഇത് ക്യൂറബിൾ ആണോ മാം എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിന് ഞങ്ങൾക്കുള്ള ആൻസർ ഓട്ടിസം ഈസ് നോട്ട് ക്യൂറബിൾ എന്നുള്ളത് തന്നെയാണ്. അതൊരു ലൈഫ് ലോങ് ഡിസബിലിറ്റി ആണ്, ഇറ്റ്സ് എ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ക്യൂറബിൾ എന്നൊരു വേർഡായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ തെറാപ്പിയിലേക്ക് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഇംപ്രൂവ്മെന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ക്യൂർ ആക്കുക എന്നുള്ളതല്ല തെറാപ്പിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. എൻ്റെ കുട്ടി സംസാരിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ് പിന്നെ കേൾക്കാനുള്ളത്. അതും നമ്മൾക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല.
തെറാപ്പി കുട്ടി ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ അത് പറ്റില്ല. കാരണം ഓട്ടിസം തന്നെ വെർബൽ ഓട്ടിസം നോൺ വെർബൽ ഓട്ടിസം ഉണ്ട്. അപ്പോൾ അതിലേതാണ് എന്നതിനെ ഡിപ്പെൻസ് ആയിരിക്കും അവരുടെ സംസാരം പോകുന്നത് എന്നുള്ളതാണ്. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. മൂന്നാമത് എപ്പോഴും കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എത്ര കാലം തെറാപ്പി കൊടുക്കണം എന്നുള്ളതാണ്. എപ്പോഴും ഇതൊരു ലോങ് പ്രൊസീജിയർ ആണെന്ന് ഓർക്കുക. 1, 2, 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തീരുന്നതല്ല. ഇതിവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ആ കുട്ടിക്ക് അസസ്മെൻ്റ് എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അവൻ്റെ പല സ്കില്ലും 1.5 ഇയേഴ്സിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട 1.5 ഇയറിലാണ്. അവൻ ഓൾറെഡി ഡെവലപ്മെൻറ്റ് ഡിലേ ഉള്ള കുട്ടിയാണ്. അപ്പം അവൻ അത്ര പെട്ടെന്ന് നമ്മൾക്ക് ഒന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിൻ്റെതായ സമയം ഒരു നോർമൽ കുട്ടി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ അവൻ 3 ഇയേഴ്സിൻ്റെ ഇതിലേക്ക് എത്തുമ്പോഴത്തേക്കും കുട്ടിക്ക് ചിലപ്പോൾ 5 ഇയേഴ്സ് ആയി കാണും. അപ്പൊ പിന്നെയും വീണ്ടും ഗ്യാപ്പ് വരികയാണ്. അപ്പൊ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ആക്ച്വലി ഇതൊരു വലിയ പ്രൊസീജിയർ തന്നെയാണ്. സോ നമുക്ക് അതിന് കൃത്യമായി ഇത്ര കാലത്ത് കൊണ്ട് തെറാപ്പി നിർത്താം എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്, ഇറ്റ്സ് നോട്ട് എ മാജിക് എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും വേറൊരു ക്വസ്റ്റ്യൻ കേൾക്കേണ്ടി വരുന്നത്, നമ്മൾ റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടാണ്. ABI എന്ന് പറയുന്നത് റീഎൻഫോഴ്സ്മെന്റ് ബേസ്ഡ് ഇന്റർവെൻഷൻ ആണ്. അതായത് കുട്ടിക്ക് എന്തെങ്കിലും റിവാർഡ് റീഎൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ട് അവന്റെ ബിഹേവിയർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര കാലം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി കിട്ടിയാലല്ലേ ആൻസർ പറയൂ, എന്തെങ്കിലും റീഎൻഫോഴ്സ്മെന്റ് കിട്ടിയാലല്ലേ അവന്റെ റെസ്പോൺസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളത്, നമ്മൾ ആരും ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ ഒരാൾ റീഎൻഫോഴ്സ്മെന്റ് കിട്ടാതെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ള ബിഹേവിയറിന് ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട്. നാളെ ഇത് യൂട്യൂബിൽ ഇടുകയോ അല്ലെങ്കിൽ നിങ്ങൾ മില്യൺ വ്യൂവേഴ്സിന് എന്തെങ്കിലും അങ്ങനെ ഒരു റീഎൻഫോഴ്സ്മെന്റ് നിങ്ങൾ ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഞാനും റീഎൻഫോഴ്സ്മെന്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോ ആക്ഷനിലും റീഎൻഫോഴ്സ്മെന്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഓരോന്നും ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ ഒരു ബിഹേവിയർ നടക്കുന്നില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ പോലും ഞാൻ മുന്നോട്ട് എത്തും എന്നുള്ള ഒരു റീഎൻഫോഴ്സ്മെന്റിലാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ റീഎൻഫോഴ്സ്മെന്റ് 2 രീതിയിലുണ്ട്. ഒന്ന് കോൺട്രിബ്യൂട്ടർ റീഎൻഫോഴ്സ്മെന്റും മറ്റൊന്ന് നാച്ചുറൽ റീഎൻഫോഴ്സ്മെന്റും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന ഒരാളാണ്. ഞാൻ ജോലിക്ക് പോകുന്ന എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന ഒരാളാണ്. അതിന് ഞാൻ എപ്പോഴും കോൺട്രിബ്യൂട്ടർ റീഎൻഫോഴ്സ്മെന്റ്, അതായത് എനിക്ക് എന്തെങ്കിലും കിട്ടണം, അത് സാലറി മണിയുടെ രൂപത്തിൽ തന്നെ എനിക്ക് കിട്ടണം, അതാണ് എൻ്റെ റീഎൻഫോഴ്സ്മെന്റ് അവിടെ. ഓക്കെ. പക്ഷെ അതേ സമയത്ത് ഞാൻ തന്നെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയും വീട് ക്ലീൻ ചെയ്യുകയും എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ എനിക്ക് ഇത്രയും വർഷമായിട്ട് യാതൊരു രീതിയിലുള്ള ഒന്നും കിട്ടുന്നില്ല. ഈ കോൺട്രിബ്യൂട്ടർ റീഎൻഫോഴ്സ്മെന്റ് എനിക്ക് 1, 2 മാസം കിട്ടാതിരുന്നാൽ ഞാൻ ജോലി അന്ന് നിർത്തും. പക്ഷെ ഇത് എത്ര കാലം കിട്ടാതിരുന്നാലും ഞാൻ നിർത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ എനിക്ക് കിട്ടുന്ന നാച്ചുറൽ റീഎൻഫോഴ്സ്മെന്റ് ആണ്. ഞാൻ കൊടുക്കുമ്പോൾ, ഞാൻ എൻ്റെ കുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരിൽ കാണുന്ന സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് എൻ്റെ റീഎൻഫോഴ്സ്മെന്റ്. പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കുട്ടിയോട് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് എനിക്ക് ആ നാച്ചുറൽ റീഎൻഫോഴ്സ്മെന്റ് തരുന്നത്. ഞാനൊരു കുട്ടിയോട് പേര് ചോദിക്കുക അല്ലെങ്കിൽ ഞാനൊരു കുട്ടിക്ക് തെറാപ്പി എടുക്കുമ്പോൾ അവൻ എന്നോട് റെസ്പോണ്ട് ചെയ്യാൻ അവൻ എന്നോട് യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പൊതുവേ ഇല്ലാത്തത് ഫീലിങ്സും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഓട്ടിസ്റ്റ് കുട്ടികൾക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നാച്ചുറൽ റീഎൻഫോഴ്സ്മെന്റ് കിട്ടില്ല. ഒരു നോർമൽ കുട്ടിയോട്, ഒരു ചെറിയൊരു 6 മാസമുള്ള കുട്ടിയോട് നമ്മളിപ്പം ബോഡി പാർട്സ് പഠിപ്പിക്കും, കണ്ണെവിടെ മൂക്ക് എവിടെയെന്നൊക്കെ അമ്മമാർ ചോദിച്ച് പഠിപ്പിക്കും. അപ്പോൾ ആ കുട്ടിയുടെ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അമ്മയുടെ മുഖത്ത് വരുന്ന ചിരിയാണ്. അമ്മയുടെ മുഖത്ത് വരുന്ന ചിരി, അമ്മയൊന്ന് കുട്ടിയെ ഹഗ് ചെയ്യുന്നു, ഇതൊക്കെ തന്നെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റീഎൻഫോഴ്സ്മെന്റ്. അത് കിട്ടാൻ വേണ്ടി, അത് കാണാൻ വേണ്ടി മാത്രം കുട്ടി വീണ്ടും അവൻ്റെ ബോഡി പാർട്ടുകൾ. പക്ഷേ ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഒന്നും ഇവർ എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനം, ചോക്ലേറ്റ് ആവാം, ചിപ്സ് ആവാം, അത് ഇവർക്ക് കിട്ടണം. അതാണ് റീഎൻഫോഴ്സ്മെന്റ് ഇമ്പോർട്ടൻസ്. ഇത് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നു. പക്ഷെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ആണ് ഇതിന്റെ ഫേഡിങ്, റീഎൻഫോഴ്സ്മെന്റ് ഫേഡ് ചെയ്യുക. അതൊരു പ്രൊഫഷണൽ കൃത്യമായിട്ട് ചെയ്യും. നമ്മളത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഫേഡ് ചെയ്യാനും നമുക്കറിയാം. സോ ഒരിക്കലും റീഎൻഫോഴ്സ്മെന്റ് കുട്ടികളുടെ ഇതിനെ ബാധിക്കില്ല. നമ്മളത് മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. ഗ്രാജുവലി നമ്മളത് ഫേഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ പാരന്റ്സിൽ നിന്ന് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ. സന്ധ്യ ഒരു IBT പ്രൊഫഷണൽ തന്നെ ട്രെയിൻ ചെയ്യാൻ ക്വാളിഫൈഡ് ആണല്ലേ? ഒരു ഇന്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റിന്റെ റോൾ എന്താണെന്ന് ഒന്ന് പറയാമോ? പിന്നെ അതിൽ എത്രമാത്രം സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് അത്? എനിക്കറിയാം അത്, കാരണം ഈ നമ്പർ ഓഫ് കേസ് ഇൻക്രീസ് ആകുമ്പോൾ ഒരു ആസ് എ പ്രൊഫഷണൽ നല്ല സ്കോപ്പുള്ള ഒരു ഏരിയ ആണെന്ന് മനസ്സിലാവും. എങ്കിലും സന്ധ്യ ഈ ഫീൽഡിൽ ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാവും. അവരുടെ റോൾ എന്താണ്? ഇതിലെ ജോലിയുടെ സാധ്യതകൾ എന്താണ്? ഇവിടെയും, അതായത് UAE-ലും പിന്നെ വിദേശത്തായാലും ഇന്ത്യയിലായാലും ഒക്കെ എന്താണ് അതിൻ്റെ ഒരു ചാൻസ്? ഞങ്ങൾ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് IBT ഇന്റർനാഷണൽ ബിഹേവിയർ തെറാപ്പിസ്റ്റ് എന്നുള്ളതാണ്. അത് IBAO ഇന്റർനാഷണൽ ബിഹേവിയർ അനലിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള US എന്നുള്ള ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ അവർ US എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേൾഡിൽ എവിടെയും വാലിഡ് ആണ്.
ആ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് വേൾഡിൽ എവിടെയും ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ ഇപ്പൊ UAE കുറിച്ച് പറയുകയാണെങ്കിൽ UAE ഭയങ്കര ജോബ് സ്കോപ്പ് ഉണ്ട്. അതായത് ഇവിടെ LS ലേണിംഗ് സപ്പോർട്ടീവ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലൊരു ഇതുണ്ട്, പോസ്റ്റ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഓട്ടിസ്റ്റ് കുട്ടികൾക്ക് ഇപ്പം ഈ കുട്ടികളെ നമ്മൾ പറഞ്ഞു നേരത്തെ ഇൻക്ലൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ. അപ്പം ഈ കുട്ടികൾക്ക് ഓരോ കുട്ടിക്കും ഓരോ LSAനെയാണ് ഓരോ സ്കൂൾ ആവശ്യപ്പെടുന്നത്. പാരൻസ് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഒരു LSA സ്കൂളുകാർ അവർക്ക് കൊടുക്കും. അപ്പൊ ഈ LSAയുടെ ജോബ് ഈ IBTസിനാണ് കിട്ടുന്നത്. IBTs ആണ് യൂഷ്വലി ചെയ്യാറ് LSA ജോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, സ്പെഷ്യൽ സ്കൂൾസ്, ഇവിടെയൊക്കെ ബിഹേവിയർ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് IBTമാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ജോബ് സ്കോപ്പ് ഉണ്ട് ഇതിന്. ഇപ്പൊ ആദ്യം പ്രിലിമിനറി സ്റ്റേജിൽ എപ്പോഴും LSA എന്നുള്ള വർക്കാണ് ഏറ്റവും നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാക്കിയുള്ള ഇതിലൊക്കെ നന്നായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ അണ്ടറിൽ പഠിച്ച ഒരു 90% ആൾക്കാരും പല സ്ഥലങ്ങളിലായിട്ട് ജോലി കിട്ടി പോകുന്നുണ്ട്. നമ്മൾ ആക്കി കൊടുക്കുന്നു എന്നല്ല, നമ്മൾ അത് ചെയ്യാറില്ല. അവർക്ക് തന്നെ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ജോലിക്ക് കയറാൻ പറ്റുന്നുണ്ട്. സന്ധ്യ ഏകദേശം എത്ര പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ IBTയിലായിട്ട്? ഞാനൊരു മോർ ദാൻ 350 ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇതുവരെയായിട്ട്. ഞാൻ 2018 മുതൽ ഈ ഫീൽഡിൽ RBT ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് മുതലായിട്ട് മോർ ദാൻ 350 ആൾക്കാരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജോലി പലപ്പോഴും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വലിയ റീസൺ പറയാം. കാരണം ഈ കോഴ്സ് ചെയ്യാൻ വരുന്നവർ പലപ്പോഴും ഇതുമായിട്ട് ബന്ധമുള്ള റിലേഷനുള്ള ആൾക്കാരെ ആയിരിക്കില്ല. ഈ ഫീൽഡുമായിട്ട് അവർക്ക് യാതൊരു എഞ്ചിനീയേഴ്സും MBA കഴിഞ്ഞവരൊക്കെയാണ്. അപ്പൊ അവര് ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഒന്നുകിൽ ജോലി കിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിലെ സിറ്റുവേഷൻ കുട്ടികളെ വീട്ടിൽ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടോ. കുട്ടി ഉണ്ടായപ്പോൾ മുതൽ കുട്ടി സ്കൂളിൽ അയക്കുന്ന വരെയുള്ള ഒരു 4 years 5 years ഒക്കെ അവരുടെ പ്രൊഫഷനിൽ നിന്ന് ഗ്യാപ്പ് എടുത്തവരായിരിക്കും. പിന്നീട് അവർക്ക് റീജോയിൻ ചെയ്യാൻ പറ്റാതെ ഉള്ള ആൾക്കാർക്ക്. അപ്പൊ അവർക്ക് എന്താ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ LSA ആയിട്ട് പോകുമ്പോൾ സ്കൂൾ ടൈമിങ്ങിൽ വർക്ക് ചെയ്താൽ മതി. സ്കൂൾ കുട്ടി പോകുന്ന അതേ ടൈമിൽ സ്കൂൾ ടൈമിങ് ഫുള്ള് വർക്ക് ചെയ്യണ്ട. ഇവിടുത്തെ ഇത് വെച്ചിട്ട് ഒരു KG 1 കുട്ടിക്കൊക്കെ LSA ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 7:30 to 11:30 മാത്രമാണ് അവരുടെ വർക്കിംഗ്. സ്കൂളിന് കിട്ടുന്ന എല്ലാ അവധികളും അവർക്കും കിട്ടും. അപ്പം അവരുടെ കുട്ടി സ്കൂളിൽ നിന്ന് എത്തുമ്പോഴേക്കും വർക്കും കൃത്യമായിട്ട് എത്താൻ പറ്റും. അപ്പം ഈ പറയുന്ന പോലെ തന്നെ വീട്ടമ്മ എന്നുള്ള റോളും ഒപ്പം ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഈ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് ലേഡീസ് ഈ ജോലി പ്രിഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രെയിനിങ് അത് എങ്ങനെയാ, ഓൺലൈൻ ആണോ കൊടുക്കുന്നത്, അല്ല നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണോ? അല്ല, അത് ഞങ്ങൾ സൂമിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓൺലൈൻ തന്നെയാണ്. എവിടെ ഇരുന്നിട്ടും ഇപ്പം എനിക്ക് UAE മാത്രമല്ല, GCCയിൽ എല്ലായിടത്തും, അതുപോലെ തന്നെ US, ഓസ്ട്രേലിയ, UK ഇവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെ എല്ലാവർക്കും എടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഫ്ലെക്സിബിൾ ടൈമിംഗ് ആയിരിക്കും. കാരണം ഞാനൊരു ബാച്ചിൽ ഒരുപാട് ആൾക്കാരെ എടുക്കില്ല. അപ്പം ടൈം എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ് ആയിരിക്കും. സൂമിൽ റെക്കോർഡഡ് ക്ലാസ് അല്ല, ലൈവായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ വേറൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ കേൾക്കുമ്പോൾ, കാരണം അവർക്കൊന്നും ഇതിലെ ഓരോ വേർഡ് പോലും അവർക്ക് അപരിചിതമായിട്ടുള്ള വേർഡുകളാണ്. അപ്പം നമ്മൾ മലയാളത്തിൽ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ അവർക്ക് കുറെ കൂടെ റിലേറ്റഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ടതും നമ്മളുടെ ഒക്കെ ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ടതും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ അത് റിലേറ്റ് ചെയ്യാനും കൂടുതൽ മനസ്സിലാക്കാനും പറ്റാറുണ്ട്. സന്ധ്യ ഈ മേഖലയിലെ എക്സ്പേർട്ട് എന്ന നിലയിൽ ഈ ഓട്ടിസ്റ്റിക് ആയ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാൻ പറ്റുക? എനിക്ക് ആക്ച്വലി അഡ്വൈസ് കൊടുക്കാനുള്ളത് ഓട്ടിസ്റ്റ് കുട്ടികളുടെ മാതാപിതാക്കളോടല്ല, ചെറിയ കുട്ടികളുടെയും പാരൻസ് അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷനോട് പറയാനുള്ള കാര്യമാണ്. അച്ഛനമ്മമാരാവാൻ പോകുന്നവരോടുള്ള കാര്യമാണ്. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും എല്ലാവരോടും പോയി അഡ്വൈസ് ചോദിക്കാതെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ട് എൻ്റെ കുട്ടിക്ക് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്, എന്ത് ചെയ്യണം, അങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് പിറകെ പോവാതെ ഒരു പ്രൊഫഷണൽ പോയി കാണാം. ഇന്നിപ്പം നമുക്ക് ഒരുപാട് പ്രൊഫഷണൽസ് ഉണ്ട് ഇവിടെ, ഒരുപാട് സെൻറ്റേഴ്സും ഇതിനുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണലെ പോയി കാണുക, അവരിൽ നിന്നുള്ള ഗൈഡ് ലൈൻസ് എടുക്കുക. കാരണം അവർക്ക് നമ്മൾ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടൈം ലോസ് ആവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ കുഴപ്പമില്ല, 4 വയസ്സിൽ സംസാരിക്കാൻ ഈ പറഞ്ഞ് കമന്റ് ഇട്ട് പോകുന്നവർ പിന്നീട് നമ്മൾ കാണില്ല. നമ്മൾക്ക് മാത്രമാണ് നമ്മളുടെ ടൈം നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരെ ഒന്ന് പോയി കാണുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ അവർ നിങ്ങളോട് തെറാപ്പി സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. Sandhya, thank you so much for speaking between the lines. Thank you.